ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവിലും വ്യത്യസ്തമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അത് പെട്ടെന്ന് കുറച്ച് അരി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ. കുറച്ച് അരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോറിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ, അതൊരു സ്പെഷ്യൽ ചോറ് തന്നെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരി എടുത്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകാം. അതിനായിട്ട് ഒരു ക്യൂബ് ബട്ടറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ എന്താണുള്ളത്, അതായത് നെയ്യാണെങ്കിൽ നെയ്യ് എടുക്കുക, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, ഇല്ല എങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും ഓയിൽ എടുക്കുക. ഞാനിവിടെ ബട്ടറിൻ്റെ കൂടെ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റെസിപ്പിക്കൊരു ഒരു മസാല ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഞാനിതിൽ ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോൾ സ്പൈസസ്, അതായത് കുറച്ച് 2-3 ഏലയ്ക്ക, കുറച്ച് ഗ്രാമ്പൂ, തക്കോലം, പിന്നെ കുരുമുളക്, പെരിഞ്ചീരകം, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ സവാള, അത് ഒരു സവാളയൊക്കെ മതി, ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ക്യാരറ്റ് ഇല്ലെങ്കിൽ അര ക്യാരറ്റ് ആയാലും മതി. പിന്നെ 1-2 ബീൻസ് അരിഞ്ഞത്, എല്ലാം ഇതേപോലെ അരിയുക കേട്ടോ, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കാരണം പെട്ടെന്ന് നമ്മുടെ ഈ റൈസ് കുക്കായി കിട്ടുകയും ചെയ്യും. ഇത് നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു ചോറ് കൂടിയാണ് ഇത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ചേർക്കുന്ന ആ പച്ചക്കറിക്കൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പച്ചക്കറി നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ഗ്രാമ്പൂവും ബീൻസും അതുപോലെ സവാളയും മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മഷ്റൂം കൂടി ചേർത്ത് കൊടുക്കാം. മഷ്റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ മഷ്റൂം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ മഷ്റൂമൊക്കെ ഒന്ന് ഏകദേശം കുക്കായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. നല്ല വലിപ്പം തന്നെ മസാലയുടെയൊക്കെ ഒരു ഫ്ലേവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഒത്തിരി ഒന്ന് കുക്ക് ചെയ്യേണ്ട. ഇനി നമുക്ക് കുതിർത്ത് നല്ല വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം നിങ്ങൾ അരിയുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ അരി ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് കുതിർക്കാൻ വെച്ചത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതിനനുസരിച്ച് ഇനി വെള്ളം ചേർക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ റൈസിന് നല്ലൊരു റിച്ച് ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 കപ്പ് നമ്മൾ അരിയാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന തേങ്ങാപ്പാൽ ചേർക്കരുത്. നമ്മൾ വീട്ടിൽ ഫ്രഷായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാൽ വേണം ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പിക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കി, വെള്ളത്തിന് ഉപ്പ് ഇച്ചിരി കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. നേരത്തെ നമ്മൾ പച്ചക്കറിക്കുള്ള ഉപ്പേ ചേർത്തിട്ടുള്ളല്ലോ, അതുകൊണ്ട് ഇപ്പം നമുക്കിതിനും വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി, ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാൻ അടച്ചു വെച്ചു. ഒരു 5 to 8 മിനിറ്റ്സ് മതി, ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇത് കണ്ടോ, ഇപ്പം തന്നെ ഒരു തുള്ളി വെള്ളമില്ലാതെ നല്ലപോലെ റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട്, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് രാവിലെ വേണമെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അത് ഞാനിവിടെ വെള്ളമാണ് ഉപയോഗിച്ചേക്കുന്നത്, നിങ്ങൾക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വേറൊരു റെസിപ്പി അല്ലെങ്കിൽ വേറൊരു പ്ലാന്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ മസാലയോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. വളരെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതേപോലെ പച്ചക്കറികളുടെ അളവ് കൂട്ടുകയാണെങ്കിൽ നമുക്കതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അളവും കൂട്ടാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മട്ടൻ കറിയോ വേറെ എന്ത് വേണമെങ്കിലും ഇതിന് നമുക്കൊരു സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ പിക്കിള്, തൈര്, ഇതൊക്കെ നല്ലൊരു കോംബോയാണ് കേട്ടോ. പപ്പടം, ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മളിത് കഴിക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.